ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിവിടെ നമ്മുടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പഴയ ഭയങ്ങളും നിയന്ത്രണങ്ങളും വിട്ടുകളയേണ്ട സമയമാണെന്നാണ്. അതുപോലെ നിങ്ങളിനി ദുർബലർ അല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉണരുന്ന ഘട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവർ എന്ത് പറയും എന്ന ഭയം വിട്ടുകളയാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. സ്വന്തം സത്യം നിങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ബന്ധങ്ങൾ, ഓർമ്മകൾ, അതെല്ലാം നിങ്ങൾ മറക്കാൻ ശ്രമിക്കാൻ ഇവിടെ പറയുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമായി. അത് ധൈര്യത്തോടു കൂടി നിങ്ങൾ തീരുമാനമെടുക്കുക. മറ്റെല്ലാ കാര്യങ്ങളും വിട്ടുകളയാനാണ് ഇന്നത്തെ മെസ്സേജ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന ചിന്ത മാറ്റി, ഇപ്പോൾ എനിക്ക് കഴിയില്ല, എനിക്കൊന്നിനും കഴിയില്ല എന്ന ചിന്ത മാറ്റി നിങ്ങൾക്കെല്ലാത്തിനും കഴിയും എന്ന ഒരു ചിന്ത ഉറപ്പിക്കാനായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ ബന്ധങ്ങളിൽ നിങ്ങളെ അവഗണിക്കുന്നവർക്ക് ഇനി അധികാരം നൽകാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ കരിയറിനെ സംബന്ധിച്ചും നിങ്ങളുടെ പണത്തിനെ സംബന്ധിച്ചുമാണെങ്കിൽ ധൈര്യമായ ഒരു തീരുമാനമെടുക്കാൻ വളർച്ച ഉറപ്പാക്കുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. മനസ്സിൽ ഭയം അല്ല, ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ നയിക്കാനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയക്കേണ്ട ഒരാളല്ല, ഭയത്തെ മാറ്റാനാണ് ഇവിടെ പറയുന്നത്. വന്ന ഒരു എനർജിയെ നിങ്ങൾ കളയാതിരിക്കുക. ഇന്നൊരു ചെറിയ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ശക്തി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ സൂചിപ്പിക്കുക. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് സാധിക്കുമെന്ന് പറയുന്നു. ഇനി നമുക്കിവിടെ ബന്ധം, കരിയർ, അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ മാനസികമായി നിയന്ത്രിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം കുറച്ച് നോക്കിയ ഒരാൾ നിങ്ങളുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ സഹിക്കേണ്ടി വന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ തിരിച്ചുള്ള ബഹുമാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് യാതൊരുവിധ ബഹുമാനവും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെ വേദനിപ്പിക്കുന്ന ബന്ധത്തിൽ പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ വീണ്ടും വരാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ അതിന് ശ്രമിക്കേണ്ടതില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അവർ വീണ്ടും വരാനുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ആത്മബലം കൊണ്ടായിരിക്കണം, കരുണ കൊണ്ടല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ബന്ധത്തെ നിങ്ങൾ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. മാത്രമല്ല ഇനി നിലനിൽക്കൂ അതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം ഒരു അവസരം നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കതിൽ നിന്ന് ഒരു മാറ്റം, അനിവാര്യമായ ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു. അപ്പോൾ സ്നേഹം എന്ന പേരിൽ വേദന നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കരിയറിനെയും പണത്തിനെയും ജോലിയും സംബന്ധിച്ച് ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടുത്തെ സ്പ്രെഡ് എന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിലൊരു ശക്തമായ കഴിവുണ്ടെന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഒരു കൗൺസിലിങ്ങിനോ അതിനൊക്കെ ഉള്ള ഒരു കഴിവുള്ള ഒരു മേഖലയുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ അനുയോജ്യമായ സമയത്ത് ഇവിടെ പറയുന്നു. അപ്പോൾ മുമ്പ് നിങ്ങളെ പിടിച്ചു നിർത്തിയ എന്ത് കാര്യവും ഇപ്പോൾ അതിനൊരു അന്ത്യം ഉണ്ടായ ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് പറ്റും എന്നൊരു സാഹചര്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വിജയമുണ്ടാക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നൊരു ഭയം വിട്ടുമാറുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന്, അത് നിങ്ങളാണ് ധൈര്യമായിട്ടൊരു തീരുമാനമെടുക്കേണ്ടതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ്
സക്സസ് ആവുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അത് കഴിയുമെന്നാണ്. ഒരു പുതിയ പഠനം അല്ലെങ്കിൽ പുതിയൊരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ എന്തും തുടങ്ങാനുള്ള ഒരു സമയം ഈ 2026 നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നു. ഒരു സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അതൊരു ഇപ്പോൾ ഒരു ക്യാഷ് നിക്ഷേപിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു. പണം പതിയെ നിങ്ങളെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നു. അത് സ്റ്റേബിൾ ആവും. ആ പണം പതിയെ നിങ്ങളടുത്ത് വന്ന് സ്റ്റേബിൾ ആകുന്നൊരു ഘട്ടം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നഷ്ടം സഹിക്കാതെ നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ നിലനിൽക്കാനാണ്, സ്വന്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നിൽക്കാനാണ്. ആ ഒരു ഭാവം നിങ്ങൾക്കുണ്ടാവണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ നഷ്ടം സഹിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കയ്യിൽ നിൽക്കൂ എന്ന് നിങ്ങൾ മറ്റൊരാളിനെ സഹായിക്കുകയും അങ്ങനെ ഒരു ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരാളിൽ ഒരു സഹാനുഭൂതിയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നഷ്ടം നോക്കാതെ നിങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ കയ്യിലെ കാശ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിനി വേണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ കയ്യിലെ കാശ് മറ്റൊരാളിന് നഷ്ടം സഹിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു സമയം പറയുന്നുണ്ട്. അപ്പോൾ പഴയ ജീവിതഘട്ടം അവസാനത്തിലേക്ക് പോകുന്നു. പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതം നിങ്ങളിലേക്ക് പിറവിയെടുക്കുന്ന ഒരു സമയത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കാര്യവും ഭയക്കേണ്ട ആവശ്യമില്ല. ഭയത്തെ നിങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ ഒന്നിനെയും ഭയക്കാതെ അത് നിങ്ങൾ മനസ്സിലാക്കി പോകാൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ശക്തി മാക്സിമം നിങ്ങൾ സ്വീകരിച്ചാൽ സാഹചര്യങ്ങൾ വഴിമാറി വരുന്ന ഒരു സാഹചര്യം പറയുന്നു. ഒരു ചെറിയ ആത്മചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇതുവരെ സഹിച്ചത് മതിയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ആത്മശക്തി ഞാനാണ് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭയത്തിൻ്റെ ഏതൊരാവശ്യവുമില്ല എന്ന് ഇവിടെ വ്യക്തമായി ഇവിടുത്തെ ഇന്നത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.